രാകേഷ്, കുടുംബം സ്വീകരിക്കുന്ന നിലപാട് വ്യക്തമാകുന്നു. അതായത് പൂർണ്ണമായ നീതി അല്ലാത്തതുകൊണ്ട് ആ 17 ലക്ഷം രൂപ വേണ്ട എന്ന് നിരസിക്കുമ്പോൾ ഇതേ നിലപാടിലേക്കൊക്കെ തന്നെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളും പരസ്യമായി ഇതുമായി രംഗത്ത് വരാനുള്ള സാധ്യത ഇനിയുള്ള സമയത്ത് ഈ നേരത്തെ തന്നെ ഈ ഒറ്റയ്ക്ക് റോയ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതാണ് സംഘടന. സ്വാഭാവികമായിട്ടും ഈ വിധിയുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രതിനിധികളും അതേ നിലപാടൊക്കെ പ്രകടമാക്കാനുള്ള ഒരു സാധ്യത അത് തന്നെ മുന്നിൽ നിൽക്കുന്നു അല്ലേ? അതെ പറഞ്ഞ, കാരണം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആദ്യമേ തന്നെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സഞ്ജയ് റോയ് മാത്രമല്ല ഈ കേസിലെ പ്രതി എന്നുള്ളതാണ്. കാരണം ഈ കോളേജിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സിവിക് വാളണ്ടിയർ ആയിരുന്നു സഞ്ജയ് റോയ്. അപ്പോൾ സഞ്ജയ് റോയ്ക്ക് ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാൻ കഴിയില്ല, സഹായം ലഭിച്ചിട്ടുണ്ട്, കൂട്ടുപ്രതികളുണ്ട് എന്നായിരുന്നു കുടുംബത്തിന്റെ വാദം. ഈ വാദം ആദ്യം മുതൽ കുടുംബം ഉന്നയിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിക്കെതിരെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ അവർ നടത്തുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ കേസന്വേഷണത്തിലെ പോരായ്മയുണ്ട്, വീഴ്ചകളുണ്ട്, ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പരാതി ആക്ഷേപമൊക്കെ ഉയർന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ കേസ് CBI ഏറ്റെടുക്കുന്നത്. CBI ശാസ്ത്രീയ തെളിവുകൾ ആണ് പ്രധാനമായും ഈ കേസിൽ നിരത്തിയിരുന്നത്. എന്നാൽ ആ വാദങ്ങൾ, പ്രത്യേകിച്ച് ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ CBI ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കോടതി അംഗീകരിച്ചിരുന്നു. പക്ഷേ വധശിക്ഷയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കേസിൽ 12:30 എടുത്തപ്പോൾ വാദം ഉന്നയിച്ചപ്പോൾ പോലും CBI ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതായിരുന്നു. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇത്, ഇതിനെ അങ്ങനെ തന്നെ കണക്കാക്കണമെന്ന വാദം CBI ഉന്നയിച്ചു. പ്രത്യേകിച്ച് മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നു ആണ് കൊല്ലപ്പെട്ടത്, രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുമായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായി കേസായി പരിഗണിച്ചുകൊണ്ട് ഇത് വധശിക്ഷ നടപ്പാക്കണം. കാരണം അത്തരം ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമാണ് സമൂഹത്തിന് അത് ആത്മവിശ്വാസം നൽകുക, ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കുക എന്ന വാദമാണ് പ്രധാനമായും വാദിഭാഗം ഉന്നയിച്ചത്. പക്ഷേ പ്രതിക്ക് നന്നാകാൻ, മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നൊരു വാദം കൂടി ഉന്നയിച്ചിരുന്നു. ഏതായാലും പ്രതിയുടെ അഭിഭാഷകൻ ആ വാദങ്ങൾ കോടതി ഒരു പരിധിവരെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ ഇപ്പോൾ ലഭിക്കാതിരുന്നത്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണ് സാധാരണഗതിയിൽ വധശിക്ഷ നൽകാറുള്ളത്. അപ്പോൾ ഈ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്നില്ല കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിലെ ഏക പ്രതി സഞ്ജയ് റോയ്ക്ക് അങ്ങനെ വധശിക്ഷയില്ല, മറിച്ച് ജീവപര്യന്തം തടവിലേക്ക് കാര്യങ്ങൾ. രാഷ്ട്രീയപരമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക്. കഴിഞ്ഞ ദിവസം തന്നെ മിഡ്നാപൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്ക് നരഹത്യ കുറ്റം ചുമത്തി ബംഗാൾ CID ഒരു നിലപാടിലേക്ക് കടക്കുക. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതികാരം എന്നോണം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ബംഗാൾ സർക്കാർ കടന്നു എന്നുള്ള ആരോപണം വന്നതാണ്. സ്വാഭാവികമായിട്ടും ജീവപര്യന്തത്തിൽ ഈ ശിക്ഷ ഒതുങ്ങുമ്പോൾ കുടുംബത്തിന്റെ പരാതികൾ ബാക്കി നിൽക്കുമ്പോഴെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനമുണ്ടായി എന്ന തരത്തിൽ ജുഡീഷ്യറിയെ തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടാം ഇനിയുള്ള മണിക്കൂറുകൾ. അതും പ്രതീക്ഷിക്കണം അല്ലേ? അങ്ങനെ വേണം കരുതാൻ അപർണ. കാരണം ബംഗാൾ സർക്കാർ, പ്രത്യേകിച്ച് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരുന്നത് 2011-ലാണ്. മമതാ ബാനർജി അധികാരത്തിൽ വന്ന ശേഷം അവർ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ഏറ്റവും ഒടുവിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വരികയാണ് ചെയ്തത്. പക്ഷേ അന്നൊന്നും മമത നേരിടാത്തൊരു വെല്ലുവിളി നേരിട്ടത് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം മമതാ ബാനർജിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ അവർ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം, അവർ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടം ഈ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്താകമാനം, പ്രത്യേകിച്ച് കൊൽക്കത്തയിലും ബംഗാളിലും ഉയർന്നു വന്ന ഡോക്ടർമാരുടെ പ്രതിഷേധമാണ്. കാരണം മാസങ്ങളോളം സമരം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ ചർച്ച സർക്കാർ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രിക്ക് തന്നെ സമരക്കാരുടെ അടുത്ത് സമരപ്പന്തലിൽ എത്തി ചർച്ച നടത്തേണ്ടി വന്നു, സർക്കാരിന് അവിടെ മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ വലിയ പ്രതിരോധത്തിലായ സംഭവമാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം. അപ്പോൾ ആ കേസ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കിയതാണ് മമതാ ബാനർജിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനിയുള്ള നീക്കം, കാരണം കഴിഞ്ഞ ദിവസം വിധി വന്നപ്പോൾ അന്ന് വ്യക്തമാക്കിയിരുന്ന കാര്യം ഇതിന് വിഷയത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് നടന്നതെന്ന് തെളിയിക്കുന്നതാണ് വിധി എന്നായിരുന്നു. കാരണം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് CPM-ഉം BJP-യും അടക്കമുള്ള കക്ഷികളാണ് അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. സ്വാഭാവികമായും പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം ഇനി കുടുംബത്തിന്റെ ഭാഗത്ത് ഉയരും. ആ വാദത്തിന് ബലം കൂടും. കാരണം കുടുംബം ആദ്യം മുതൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്
പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി. അതാണ് ഈ കേസിൽ ഒറ്റ പ്രതിയിൽ മാത്രം ഒതുങ്ങിയെന്നത്. മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ഈ അന്വേഷണം പോയില്ല. അത് ആദ്യം മുതൽ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ CBI ആണ് കേസ് അന്വേഷിച്ചത്. അപ്പോൾ പോലും കുടുംബത്തിന് ആ പരാതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും കുടുംബം അത് ആവർത്തിക്കുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ ഈ വിധി പ്രഖ്യാപിക്കുന്ന മുമ്പ്, ശിക്ഷ പ്രഖ്യാപിക്കുന്ന മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പെൺകുട്ടിയുടെ പിതാവ് അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇനി ആ വാദം സ്വാഭാവികമായും അതിൽ വലിയ പ്രതിഷേധമുണ്ടാകും. കാരണം കൊൽക്കത്തയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന്, സമീപകാലത്തെ വലിയ പ്രതിഷേധത്തിനോട് ഇടയാക്കിയതാണ് ഈ സംഭവം. കോടതി പരിസരത്ത് നിലവിൽ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ കക്ഷികളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, അങ്ങനെ നിരവധി പേർ തടിച്ചുകൂടിയിട്ടുണ്ട്. വധശിക്ഷ നൽകണമെന്ന ആവശ്യം ആളുകളുടെ പ്രതികരണം അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ ഇനി ആളുകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നിർണായകമാണ്. മാത്രമല്ല രാഷ്ട്രീയമായി സർക്കാരിനും ഈ സംഭവത്തിൽ സർക്കാരിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നിർണായകമാണ്. ഇന്ന് ഈ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് മമതാ ബാനർജി പ്രതികരിച്ചിരുന്നു. മമതാ ബാനർജി പറഞ്ഞത് വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയ മുഖ്യമന്ത്രിയാണ് താൻ. അപ്പോൾ വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് എന്ന് മമത പറഞ്ഞിരുന്നു. അപ്പോൾ ഈ എന്തായിരിക്കും സർക്കാരിന്റെ പ്രതികരണം, മമതയുടെ പ്രതികരണം അടക്കമുള്ളവ നിർണായകമാണ്.